സൊസൈറ്റി മൂവ്മെന്റ് പ്രവർത്തകരെ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അമീനാസൻ, നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത സുപരിചിതനാണ് സീതാ സാഹിബ്, അതുപോലെ തന്നെ സജീദ് ഖാൻ സാഹിബ്. എല്ലാവർക്കും മറ്റു വാക്കിലൊരിക്കൽ കൂടി സ്വാഗതം പറയാം. ഇന്ത്യൻ ഫെഡറലിസം, വെല്ലുവിളികളും പ്രതിരോധവും എന്നുള്ള ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു പഠന ക്യാമ്പ് ആരംഭിക്കുന്നത്. അതിലാദ്യത്തെ ആ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് രാഷ്ട്രീയ സാംസ്കാരിക വെല്ലുവിളികൾ എന്നുള്ള വിഷയത്തെ അധികരിച്ചുകൊണ്ട് സജീദ് ഖാൻ സാഹിബ് നമ്മളോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ ഹിന്ദുത്വ അജണ്ടയും ഏകശിലാത്മക ദേശീയതയും എന്നുള്ള വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സീതാ സാഹിബ് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ അധികം സംസാരിച്ച് നിങ്ങളുടെ സമയം അപകരിക്കുന്നില്ല. നമ്മുടെ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ചു ഇന്ത്യൻ ഫെഡറലിസത്തെ കുറിച്ചും. അതൊരു ക്വാസി അല്ലെങ്കിൽ അർദ്ധ ഫെഡറൽ സംവിധാനമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. അതിനെങ്ങനെയാണ് ഇന്ന് അത് സംരക്ഷിക്കേണ്ട ഭരണകൂടം അതിനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവരാണ് നാം. ഒരു കാര്യം മാത്രം പറയാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ജർമ്മൻ സിനിമ എടുത്ത വെയ്വ് എന്ന് പറഞ്ഞ കുറെ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അതിലൊരു സ്കൂളിൽ ഒരു അധ്യാപകൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാണ്ട് കൂടി ഫാഷിസം എന്നുള്ള വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്താം. അപ്പൊ അദ്ദേഹം അത് കുറെ ക്ലാസ് എടുക്കുന്നതിന് പകരം എങ്ങനെയാണ് ഫാഷിസം വളരുക, എങ്ങനെയാണ് ഫാഷിസം രൂപപ്പെടുക, എന്താണ് ഫാഷിസം എന്നുള്ളത് പ്രായോഗികമായി ആ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അപ്പൊ അദ്ദേഹം ആദ്യം ചോദിക്കുന്നുണ്ട്, ജർമ്മനി ഒരു കാലത്ത് ഒരു ഫാഷിസ്റ്റ് രാജ്യമായിരുന്നു. ആ ഫാഷിസം എന്ന് പറയുന്നത് ജർമ്മനിയിൽ ഇനി തിരിച്ചു വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടികൾ ഒരിക്കലില്ല, ഫാഷിസം തിരിച്ചു വരില്ല, ഫാഷിസം ഇനി നമ്മുടെ രാജ്യത്തുണ്ടാവില്ല എന്നാണ് ആധികാരികമായി മറുപടി പറയുന്നത്. ഇത് അദ്ദേഹം ആ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങണം, അല്ലെങ്കിൽ പ്രയോഗവൽക്കരിക്കാൻ തുടങ്ങണം. കുറച്ച് കുട്ടികളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ ഒരു ഗ്രൂപ്പ് ആക്കുകയും അവർക്ക് മാത്രമായ ചില അഭിവാദ്യ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അതുപോലെ തന്നെ അവരൊരു ടീമാക്കി വളർത്തിയെടുക്കുകയും അവരിൽ ഞങ്ങൾ ഒരു പ്രത്യേകമായിട്ടുള്ള ആളുകളാണ് എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നുകയും അവർക്കൊരു പ്രത്യേക യൂണിഫോം കൊണ്ടുവരികയും അങ്ങനെ ആ ക്യാമ്പസിൽ തന്നെ അവർ വേറിട്ട് നിൽക്കുന്ന ഒരു വിഭാഗമായി മാറുകയും പിന്നീട് ആ ഗ്രൂപ്പിലേക്ക് മറ്റുള്ള ആളുകളും ആകർഷിച്ചുകൊണ്ട് അവരും എന്തോ ഒരു ഉന്മാദ ലഹരി, ഒരു ആവേശം, ഒരു എനർജി അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും അതിലേക്ക് കടന്നു വരികയും പിന്നീട് ആ ഗ്രൂപ്പിലംഗങ്ങളെ ആരെങ്കിലും മറ്റൊരാൾ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന് പുറത്തുള്ള ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുകയോ എതിർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മൊത്തം ഗ്രൂപ്പായി വന്ന് എതിർക്കുന്ന ആളുകളെ അടിച്ചമർത്തുകയും ആക്രമിക്കുകയും ചെയ്യുകയും പിന്നീട് ഇത് വലിയ ഭീകരാവസ്ഥയിലേക്ക് മാറുകയും ആ ഒരു ഫാഷിസ്റ്റിക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധ്യമാവാത്ത രീതിയിലേക്ക് ആ ഫാഷിസം എന്ന് പറയുന്നത് വളർന്ന് പന്തലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പ്രായോഗികമായി കാണിച്ചു തരുന്ന ഒരു ജർമ്മൻ സിനിമയാണ് ദ വേവ് എന്ന് പറയുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് ഫാഷിസ്റ്റ് ഗ്രൂപ്പുകൾ വളർന്നിരിക്കുകയും ആ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാനാവാത്ത വിധം ഇതര മതസ്ഥതയിലേക്ക് കടന്നു കയറുകയും അവരുടെ ആഘോഷങ്ങളെ ഇല്ലാതാക്കുകയും അവരുടെ ക്രിസ്മസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഈദ് ആയിക്കോട്ടെ അവരുടെ ഭക്ഷണമായിക്കോട്ടെ അവരുടെ വസ്ത്രമായിക്കോട്ടെ എല്ലാത്തിനെയും ആക്രമിച്ച് അവരിലേക്ക് കടന്നു കയറുന്ന ഒരു രൂപമായി ഫാഷിസം നമ്മുടെ രാജ്യത്തും വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവർ തന്നെയാണ് നാം ഓരോരുത്തരും. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു സിനിമ നിങ്ങളുടെ മുമ്പിൽ ഒത്തു മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഈ ടോപ്പിക്കിൽ
ഞാൻ അധിക സമയം എടുക്കുന്നില്ല. നിങ്ങളേവരും കാത്തിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തികൾ നിങ്ങളോട് സംവദിക്കും. അവർ രണ്ടുപേരും നിങ്ങളോട് സംസാരിക്കും. അതിലപ്പുറം നിങ്ങൾക്കുള്ള കുറെ സംശയങ്ങൾ ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അവരുമായി സംവദിക്കാൻ വേണ്ടി ഈ ഒരു സെഷനെ കൂടുതൽ ഉപകാരപ്പെടുത്തണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ സാംസ്കാരിക വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നിങ്ങളോട് സംവദിക്കുന്നതിന് വേണ്ടി വെൽഫെയർ പാർട്ടി സംസ്ഥാന ട്രഷറർ സജീദ് ഖാൻ സാഹിബിനെ ആദരപൂർവ്വം വഹിക്കുന്നു.